പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കൽവറിനാഥ് മിനിസ്ട്രിയുടെ പാടി സ്തുതിക്കാമെന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. വളരെ സന്തോഷത്തോടെയാണ് വീണ്ടും ഈ വർഷത്തിന്റെ ഏതാണ്ട് അവസാന മാസത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുന്നത്. ഈ ആദ്യ ആഴ്ചയിൽ, ഈ വർഷത്തിന്റെ അവസാനത്തെ മാസം ആദ്യ ആഴ്ചയിൽ കർത്താവ് നമ്മെ ആരോഗ്യത്തോടെ ബലത്തോടെ കൂട്ടിവരുത്തി. അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞു പോകുന്ന ഒരു വർഷക്കാലം ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഇന്ന് രാത്രിയിലും വളരെ പ്രാർത്ഥനയോടെ നാം ദൈവസന്നിധിയിലാകുമ്പോൾ അനുഗ്രഹീതമായ ഒരു ജീവിത സാക്ഷ്യവും ഒരു ചെറിയ സന്ദേശവും ഗാനങ്ങളും കേട്ട് നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഇന്ന് രാത്രി നമ്മളോടൊപ്പം കടന്നു വന്നിരിക്കുന്ന പ്രിയദാസന്മാർക്ക്, പ്രിയ സൗകര്യമാർക്ക്, പ്രിയ കുഞ്ഞുങ്ങൾക്ക് ദൈവനാമത്തിൽ മിനിസ്ട്രിയുടെ പേരിൽ എല്ലാവിധമായ സ്വാഗതവും അരുളുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ സൈമൺ മാത്യു ആസാം, ഇവാഞ്ചലിസ്റ്റ് സൈമൺ മാത്യു ആസാം ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കും. കർത്താവിന്റെ ദാസനെ എല്ലാ ബഹുമാനത്തോടും കൂടെ ഈ ശുശ്രൂഷ പ്രാർത്ഥിച്ച് ആരംഭിക്കാനായിട്ട് പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ധ്യാസമയം തിരുമുഖത്തേക്ക് നോക്കുവാൻ ഒരു സാവകാശം എളിയവർക്ക് തന്നതിനാട് സ്തോത്രം. പാടി സ്തുതിക്കാമെന്ന ഈ മനോഹരമായ പ്രോഗ്രാമിൽ പങ്കുചേരുവാൻ എളിയവനും തന്ന ഭാഗ്യത്തിനാട് സ്തോത്രം. കഴിഞ്ഞ അനേകം നാളുകളായിട്ട് എല്ലാ ശനിയാഴ്ചകളും നടത്തുന്ന ഈ മനോഹരമായ പ്രോഗ്രാമിനെ ഓർത്ത് തന്നെ സ്തുതിക്കുന്നു. പ്രിയ റോയിച്ചാനെയും സന്തോഷിനെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വളരെ കഷ്ടപ്പാട് സഹിച്ച് അതിന്റെ പിന്നിലെ അധ്വാനവും കഷ്ടത അവിടുന്ന് അറിയുന്നതുകൊണ്ട് സ്തോത്രം ചെയ്തു. പിന്നെ വിവിധ രാജ്യങ്ങളിലെ വിവിധ സ്ഥലങ്ങളിലെ സഹോദരന്മാരെ ഒന്നിപ്പിച്ച് ഈ മനോഹരമായ സൂമിലൂടെ നല്ല സാക്ഷ്യം കേൾക്കുവാൻ, അനുഗ്രഹീതമായ സാക്ഷ്യം കേൾക്കുവാൻ, അനുഗ്രഹീത പാട്ട് കേൾക്കുവാൻ, നല്ല മെസ്സേജ് കേൾക്കുവാൻ ഒക്കെ തരുന്ന ഭാഗ്യത്തിനാണ് സ്തോത്രം. ഇന്ന് രാത്രി ഇതിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ കർത്താവേ, ഇന്നത്തെ സാക്ഷ്യം ഏറ്റവും അനുഗ്രഹമായി തീരണം. വിശേഷാൽ ഈ മാധ്യമത്തെ വളരെ സുന്ദരപൂർവമായിട്ട് അവിടെ നയിക്കണമേ. ഇതിന്റെ യാതൊരു പ്രയാസവും പ്രസംഗിക്കുന്നവർക്കോ പാടുന്നവർക്കോ ഉണ്ടാവാൻ ഇടയാതെ വണ്ണം ഇതെല്ലാം സന്തോഷമായിട്ട് കേൾക്കത്തക്കവണ്ണമുള്ള ക്രമീകരണം അവിടുന്ന് ചെയ്യണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സഹോദര സന്തോഷിനെ കുടുംബാഴ്ത്തരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഹായിക്കണമേ. പ്രിയ റോയിച്ചാന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ പിന്നെ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും അനുഗ്രഹിക്കണം. ഇന്ന് പാട്ട് പാടുന്ന സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വചനം പറയുന്ന, സാക്ഷ്യം പറയുന്ന സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ആദരിക്കണം, ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ നാമോത്തപ്പെടുവാനിട വരുത്തുമാറാണ്. ഈ രാത്രി തിരുമുഖത്തിൽ നോക്കി അനുഗ്രഹത്തിനായിട്ട് കൃപയ്ക്കായിട്ട് ഞങ്ങൾ യാചിക്കുന്നു. കൃപ ഇറങ്ങണം, സഹായിക്കണം. എല്ലാത്തിന്മേലും അത്ഭുതമായ നിയന്ത്രണം അവിടെ നൽകണമേ. പ്രാർത്ഥനയായിട്ടുണ്ട്. സ്തോത്രം. ക്രിസ്തുയേശു നാമത്തിൽ തന്നെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ സന്തോഷത്തോടെ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുകയാണ്. വളരെ വലിയവനായ ദൈവത്തിന്റെ വളരെ കൃപയാൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ വർഷത്തിന്റെ അവസാനത്തെ ദിവസവും കാണുവാൻ ദൈവം നമുക്ക് കൃപ തന്നു. ഞാൻ അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് അഗസ്റ്റിൻ പി പൊങ്ങ, ആലപ്പുഴ ഇന്ന് രാത്രി നമ്മോടുകൂടെയുണ്ട്. കർത്താവിന്റെ ദാസന്റെ 2 പ്രോഗ്രാമുകൾ വളരെ മുമ്പ് കുറേ എപ്പിസോഡുകൾക്ക് പുറകിൽ നമുക്ക് ചെയ്യാനായിട്ടിടയായി. ഞാൻ നോട്ടീസിൽ എഴുതിയിരുന്നു, ഒരു കയർ തൊഴിലാളിയുടെ ജീവിതാനുഭവങ്ങളിലൂടെ. അതേ ഹെഡിങ്ങിൽ തന്നെ പ്രോഗ്രാം, അദ്ദേഹത്തിന്റെ ജീവിത സാക്ഷ്യം മുമ്പ് നമുക്ക് പ്രസിദ്ധീകരിക്കുവാനിടയായി. എന്നാൽ ആ സാക്ഷ്യം അവിടെ കൊണ്ട് തീർന്നിരുന്നില്ല. വീണ്ടും തന്റെ ജീവിതാനുഭവങ്ങളിലൂടെ ഒന്നുകൂടെ ചില നാളുകൾക്ക് ശേഷം, ചില മാസങ്ങൾക്ക് ശേഷം നമ്മൾ കടന്നു പോവുകയാണ്. കർത്താവിന്റെ ദാസൻ ഇന്ന് തക്ക സമയത്ത് നമ്മളോട് ചേരുവാനിടയായി. എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും പ്രാർത്ഥനയോടും ആദരവോടും കൂടെ കർത്താവിന്റെ ദാസനെ ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ ഗാനം ആലപിക്കുന്ന പ്രിയ ഇവാഞ്ചലിസ്റ്റ് തോമസ് എബ്രഹാം അവറുകൾ നമ്മളോടുകൂടെയുണ്ട്. അതുപോലെ അക്സ മോളുണ്ട്. പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരിൽ നിന്ന് 1-2 ഗാനങ്ങളെ കേൾക്കുവാൻ നമുക്ക് അവസരമുണ്ട്. അവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ മിനിസ്ട്രിയുടെ പേരിൽ ഈ ശുശ്രൂഷയിലേക്ക് വളരെ ബഹുമാനത്തോടെ പ്രാർത്ഥനയോടെ സ്വാഗതം അരുളുന്നു. നാം എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ നമ്മുടെ പ്രോഗ്രാമിന്റെ 129ാമത്തെ എപ്പിസോഡാണ് ഇന്ന് രാത്രി നാം പങ്കെടുക്കുന്നത്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ മിനിസ്ട്രിയെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കൾക്കും
സഹോദരി സഹോദരന്മാർക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. മിനിസ്ട്രിക്ക് അത് അനുഗ്രഹമായിരുന്നു. തുടർന്നും നിങ്ങൾ ഈ മിനിസ്ട്രിയും അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. അനേക ആളുകളിലേക്ക് സാക്ഷ്യങ്ങളും വചനങ്ങളും കടന്നു ചെല്ലുവാൻ, അതിലൂടെ അനേകർ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഇതൊരു മുഖാന്തരമായി തീരേണ്ടതിന് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്. ഒരു ഗാനം നമുക്ക് കേൾക്കാം. പ്രിയ ഇവാഞ്ചലിസ്റ്റ് തോമസ് എബ്രഹാം ബ്രദറിൽ നിന്ന് ഒരു ഗാനം കേട്ടിട്ട് നമുക്ക് മടങ്ങി വരാം. പ്രാർത്ഥനയോടെ കർത്താവിന്റെ ദാസനെ ഗാനം ആലപിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. അനാദിനാഥനീശ്വരനം ധന്യനാഥൻ ക്രിസ്തുവിൽ സദാ സ്വർഗത്തിലെന്ധനം ഭദ്രം സുശോഭനം സ്വർഗത്തിലെന്ധനം ഭദ്രം സുശോഭനം ഉലകത്തിന്റെ സ്ഥാപനം അതിനു മുൻപ് ബന്ധനം ഉലകത്തിന്റെ സ്ഥാപനം അതിനു മുൻപ് ബന്ധനം ഉന്നതൻ ക്രിസ്തുവിൽ ദൈവം മുന്നറിഞ്ഞതാ ഉന്നതൻ ക്രിസ്തുവിൽ ദൈവം മുന്നറിഞ്ഞതാ അനാദിനാഥനേശു യന്ധനം അന്യനാഭുവിലെന്നാ ധന്യനാം ഞാൻ ക്രിസ്തുവിൽ സദാ പാപത്തിനിച്ചകൾ പാടിൻ പുകഴ്ചകൾ പാപത്തിനിച്ചകൾ പാടിൻ പുകഴ്ചകൾ കൺമയേയും കാഴ്ചകൾ നന്മയേറും വീഴ്ചകൾ കൺമയേയും കാഴ്ചകൾ നന്മയേറും വീഴ്ചകൾ ഒന്നിലോ നിന്മനം ഏറുമേ മയങ്ങിട ഒന്നിലോ നിന്മനം ഏറുമേ മയങ്ങിട അനാദിനാഥനേശു യന്ധനം അന്യനാഭുവിലെന്നാ ധന്യനാഥൻ ക്രിസ്തുവിൽ സദാ അന്യനാഭുവിലെന്നാ ധന്യനാഥൻ ക്രിസ്തുവിൽ സദാ കാലങ്ങൾ കഴിയുമ്പോൾ നിത്യേറ പുലരുമ്പോൾ കാലങ്ങൾ കഴിയുമ്പോൾ നിത്യേറ പുലരുമ്പോൾ ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ യുക്തമായി വ്യക്തമായി കൃപയിൽ കരുതലറിയുന്ന യുക്തമായി വ്യക്തമായി കൃപയിൽ കരുതലറിയുന്ന അനാദിനാഥനേശു യന്ധനം അന്യനാഭുവിലെന്നാ ധന്യനാഥൻ ക്രിസ്തുവിൽ സദാ അന്യനാഭുവിലെന്നാ ധന്യനാഥൻ ക്രിസ്തുവിൽ സദാ. താങ്ക് യു. ഒരു ഗാനം നമുക്ക് കേൾക്കുവാൻ വലിയവനായ ദൈവം കൃപ ചെയ്തു. ഓഡിയോയുടെ ചില പ്രയാസങ്ങളുണ്ടെങ്കിലും നമുക്ക് ആ ഗാനം വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കുവാനിടയായി. അടുത്ത സന്ദർഭങ്ങളിൽ തീർച്ചയായിട്ടും കർത്താവിൻ്റെ ദാസൻ വീണ്ടും നമ്മളോടൊപ്പം കടന്നു വന്ന് വിത്ത് ഓഡിയോ നമുക്ക് അനുഗ്രഹീതമായ ഗാനങ്ങൾ കേൾക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. വളരെ അനുഗ്രഹീതനായൊരു ഒരു ഗായകനാണ്. കർത്താവിൻ്റെ ദാസനെ ദൈവം വളരെ ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഒരു ഗാനം കൂടെ കേൾക്കാം. നമ്മുടെ പ്രിയ അക്സാമോള ഗാനം ആലപിക്കുന്നു. അടവിത്തരുക്കളിനിടയിൽ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം കൂടെ കേട്ട് നമുക്ക് മടങ്ങി വരാം. ആ ഗാനം നമുക്ക് വളരെ സുപരിചിതമായൊരു ഗാനമാണ്. കേൾക്കുമ്പോൾ നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് നമുക്കിത് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. ഗാനം ആലപിക്കുന്നതിനായിട്ട് പ്രിയമകളെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു.
ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. രണ്ട് പ്രിയപ്പെട്ടവരിലൂടെ രണ്ട് അനുഗ്രഹീതമായ ഗാനങ്ങൾ കേൾക്കുവാൻ ദൈവത്തിന്റെ വലിയ കൃപ നമുക്ക് കർത്താവ് നൽകി. ഞാനത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കാൽവരിനാഥ് മിനിസ്ട്രിയുടെ പാടി സ്തുതിക്കാമിന്റെ ഞാൻ ഓർപ്പിച്ചു, ഏതാണ്ട് 129 എപ്പിസോഡാണ് ഇന്ന് നമുക്ക് പങ്കെടുക്കുവാനായിട്ട് ഇടയായത്. 52-53 എപ്പിസോഡാണ് കർത്താവിന്റെ ദാസനെ കുറിച്ചുള്ളൊരു സാക്ഷ്യം നമുക്ക് പ്രക്ഷേപണം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത്. 52ഉം 53ഉം എപ്പിസോഡുകൾ നിങ്ങൾ പുറകിലേക്കൊന്ന് പോയി കാണുവാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങൾ നമുക്കവിടെ കേൾക്കുവാൻ കഴിയും. ആ സാക്ഷ്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല എങ്കിൽ പോലും ജസ്റ്റ് അതൊന്ന് ഓർപ്പിച്ചിട്ട് വീണ്ടും അദ്ദേഹത്തിന് നമ്മളോട് ഇന്ന് രാത്രി ദൈവകൃപയാൽ പറയാനുള്ള സാക്ഷ്യവും ദൈവികമായ സന്ദേശവും നമുക്ക് കേട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇനിയുള്ള അല്പസമയം കർത്താവിന്റെ ദാസൻ അഗസ്റ്റിൻ BP പൊങ്ങ ആലപ്പുഴ കർത്താവിന്റെ ദാസനെ എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ തന്റെ ജീവിത സാക്ഷ്യവും ഇന്ന് രാത്രി കർത്താവ് നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന സന്ദേശവും അറിയിക്കാനായിട്ട് എല്ലാ ബഹുമാനത്തോടും പ്രാർത്ഥനയോടും കൂടെ കർത്താവിന്റെ ദാസനെ ക്ഷണിക്കും. ഓക്കെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാൽവറിനാഥ മിനിസ്ട്രികളുടെ കഴിഞ്ഞ 2 പ്രാവശ്യം കേട്ടതുപോലെ എൻ്റെ സാക്ഷ്യം പറയാനായിട്ട് ദൈവം അനുവദിച്ചിരുന്നു. വീണ്ടും ഒരു സാഹചര്യം കൂടെ സാക്ഷ്യത്തോടുള്ള ബന്ധത്തിൽ പറയാനുള്ള സാഹചര്യം ദൈവം നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല, ഈ പ്രോഗ്രാം നടത്തുന്ന സഹോദരങ്ങളെ അനവധി ശുശ്രൂഷകൾക്കായിട്ട് ദൈവം പ്രാപ്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും സ്വർഗത്തിലെ ദൈവം ഭൂമിയിലും സ്വർഗത്തിലും പ്രതിഫലം നൽകി ആദരിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. നേരത്തെ നമ്മൾ ഓർത്തതുപോലെ എൻ്റെ പേര് അഗസ്റ്റിൻ എന്നാണ്. കത്തോലിക്ക പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. 1981 ഡിസംബർ മാസം 16-ാം തീയതി ലൂഥറൻ മിഷനിൽപ്പെട്ട ബെനറ്റ് എന്ന ഒരു വ്യക്തിയിലൂടെ സുവിശേഷം കേൾക്കുവാനും രക്ഷിക്കപ്പെടുവാനും ഇടയായി തീർന്നു. 1988 മുതൽ കുട്ടനാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ സുവിശേഷം അറിയിച്ചു വരുന്നു. 89 ഞാൻ വിവാഹിതനായി. 91 ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ പൊങ്ങ എന്ന സ്ഥലത്ത് ഒരു സഭാ കൂടിവരവ് ആരംഭിച്ചു. ഇന്നുവരെ കർത്താവ് ഈ കൂടിവരവിനെ ദൈവനാമ മഹത്വത്തിനായി ഈ പ്രദേശങ്ങളിൽ നിലനിർത്തിയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ 3 ആൺമക്കളെയാണ് ദൈവം എനിക്ക് നൽകിയത്. 3 പേരും വിവാഹിതരായി. മൂത്ത മോന് 2 കുട്ടികളുണ്ട്. അവർ ജോലിയോടുള്ള ബന്ധത്തിൽ കർണാടകയിൽ ഉടുപ്പിയിലെ സംസ്ഥാനത്ത് ബ്രഹ്മവാർ എന്ന സ്ഥലത്ത് ആയിരിക്കുന്നു. മറ്റ് 2 കുട്ടികളും ഷാർജയിൽ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. അവരുടെ 2 പേരുടെയും ഭാര്യമാര് ഗർഭാസ്ഥാവസ്ഥയിലാണ്. ഒരാൾക്ക് ഫെബ്രുവരിയിലാണ് ഡെലിവറി ഡേറ്റ്, മറ്റേയാൾക്ക് ഏകദേശം മെയ്യോടുകൂടി ആയിരിക്കും. ആ നിലയിൽ എൻ്റെ പ്രാർത്ഥന എന്നെ ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്നുള്ളതായിരിക്കുന്ന കാര്യം പ്രാരംഭത്തിൽ ഓർപ്പിക്കുകയാണ്. മാത്രമല്ല, ഡയബറ്റിക് എന്ന പ്രയാസം ഉണ്ടായിട്ട് 20 വർഷത്തിലധികമായി. ഇപ്പോൾ അതിൻ്റെ അനന്തരഫലമായിട്ട് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നുള്ളതായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ചില നാളുകളായി, 2 വർഷമായി ആ ഒരു പ്രയാസത്തിലേക്ക് പോയിട്ട് ലേസർ ട്രീറ്റ്മെന്റ് ചൈതന്യ എന്ന ഹോസ്പിറ്റലിൽ ചെയ്യുവാനായിട്ടിടയായി. അപ്പൊ തുടർന്ന് അതിനെക്കുറിച്ചുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ കണ്ണിന് ഇപ്പോൾ പ്രയാസമില്ല. പ്രത്യേകിച്ച് ആത്മീയ ശുശ്രൂഷകൾക്ക് വേണ്ടി വായനയും കാഴ്ചയും യാത്രയ്ക്കും ഒക്കെ വളരെ ആവശ്യമായതുകൊണ്ട് ഈ സൂം മീറ്റിങ്ങിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവര്
ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് പ്രാരംഭമായിട്ട് ഓർപ്പിക്കുകയാണ്. ഞാനൊരു 3 വാക്യങ്ങൾ വായിച്ചിട്ടാണ് ഇന്ന് സാക്ഷ്യം പറയണമെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നതായിരിക്കുന്ന ഒരു പ്രേരണ. കാരണം ഇതിനു മുമ്പ് ജീവിതത്തിന്റെ ഏറിയ അനുഭവങ്ങളും ഷെയർ ചെയ്യാനായിട്ട് എനിക്കിടയായിട്ടുണ്ട്. ഇന്ന് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്ന പ്രാരംഭവാക്യം ഇതാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. അതുപോലെ ഗലാത്യ ലേഖനവും റോമാലേഖനവും എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. യാക്കോബിന്റെ ലേഖനത്തിൽ നിന്ന് വിശ്വാസത്തിന്റെ പ്രവൃത്തി. ഈ 3 ആശയങ്ങൾ സാക്ഷ്യത്തോടുള്ള ബന്ധത്തിൽ പറയാനായിട്ടാണ് ഇന്ന് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശ്വാസം 1 എന്ന് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ വായിക്കാനായിട്ട് ഇടയാകുന്നുണ്ട്. ഇന്ന് ലോകത്തിൽ അനവധി വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഉണ്ട്. എന്നാൽ ദൈവവചനത്തിൽ വിശ്വാസം 1 എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതൊരു ആശയത്തോടുള്ള ബന്ധത്തിലാണ് എന്നുള്ളത് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്കിലും ഒരു പ്രാവശ്യം കൂടെ അത് ഗ്രഹിച്ച് മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ആയുർവേദത്തില് ഒരാശയമുണ്ട്. ആവർത്തനം എന്നത് ഗുണവർത്തനം എന്നാണ് ആശയം. അപ്പൊ വിശ്വാസം 1 എന്നുള്ളത് ഒരുപക്ഷെ എല്ലാവരും ഗ്രഹിച്ചിട്ടുള്ള വിഷയമാകുന്നു എങ്കിലും വരും ദിവസങ്ങളിൽ യൂട്യൂബിലൂടെ ഈ ശുശ്രൂഷ അനുഭവിക്കുന്നവർക്ക് എന്താണ് ആ ഒരു വിശ്വാസം എന്ന കാര്യം പറഞ്ഞിട്ട് മുന്നോട്ട് സാക്ഷ്യം പറയണം എന്നാണ് ഞാൻ കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. വിശ്വാസം 1 എന്ന വാക്ക് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ആത്മരക്ഷയോടുള്ള ബന്ധത്തിലാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള ഏത് ഒരു വ്യക്തിക്കും ആത്മരക്ഷ പ്രാപിക്കാനായിട്ട് ദൈവം വെച്ചിട്ടുള്ള വ്യവസ്ഥ അത് വിശ്വാസമാണ്. അത് ലോകം മനസ്സിലാക്കാത്തത് കൊണ്ട് ആത്മരക്ഷ പ്രാപിക്കാൻ വേണ്ടി വിവിധങ്ങളായ മാനദണ്ഡങ്ങൾ ലോകം ചെയ്യുന്നുണ്ട്. വിശ്വാസം 1 എന്ന് പൗലോസ്ലീഹ പറയുമ്പോൾ ആ വിശ്വാസം റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളാണ് ആ വിശ്വാസത്തിന് നിദാനമായിരിക്കുന്നത്. അതും നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാചകമാണ്. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പൊ രക്ഷയ്ക്കായിട്ട് ഒരു വിശ്വാസം മാത്രമേ മാനവ വർഗത്തിന് ഉള്ളൂ. യേശുക്രിസ്തുവിൽ ദൈവം സ്ഥാപിച്ചതായിരിക്കുന്ന നീതിയിൽ എൻ്റെ ശിക്ഷാവിധി കഴിഞ്ഞു പോവുകയും ദൈവത്തിന്റെ നീതി എനിക്ക് ദൈവം തരികയും ചെയ്തു. ആ വിശ്വാസമാണ് വിശ്വാസം 1 എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നമ്മൾ വീണ്ടും ഹബക്കൂക്കിന്റെ പ്രവചനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ വിശ്വാസത്താൽ നീതി ലഭിച്ചതായ ഒരു വിശുദ്ധനെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട ദൈവദാസന്മാരെ സംബന്ധിച്ചും അവിടെ പറയുന്നത് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന വാക്കാണ്. അപ്പൊ രക്ഷയ്ക്കുള്ള വിശ്വാസമാണ് എല്ലാവർക്കും 1 എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ആശയം അത് ഏകദേശം എക്കോ എടുക്കുന്ന പോലെയാണ്. അല്ലെങ്കിൽ ഹാർട്ടിന്റെ ECG എടുക്കുമ്പോൾ ഏത് നിലയിലാണോ ഒരു ചിത്രം നമുക്ക് ലഭിക്കുന്നത്, അതുപോലെയാണ് വിശ്വാസം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ള ആ കാര്യത്തോട് ബന്ധപ്പെട്ട്
വിശ്വാസം എന്നുള്ളത് ECGയിൽ കാണുന്നതായിരിക്കുന്ന മാതൃകയാണ്. അത് കൃത്യമായ ഒരു ലെവലിലല്ല പോകുന്നത്. വിശ്വാസം ഒന്ന്, ലോകത്തിലെ എല്ലാവർക്കും ഒരേ വിശ്വാസം, നേർരേഖയാണത്. എന്നാൽ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറയുന്നത് ഒരു നേർരേഖയായിട്ട് ഇരിക്കുന്നില്ല. അത് വിവിധ അളവുകളിലാണ് ഓരോ വിശ്വാസിക്കും, സുവിശേഷകനും അത് അനുഭവപ്പെടാനായിട്ട് ഇടയാകുന്നത്. ഇത് വിശുദ്ധന്റെ ജീവിതത്തിലെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഈ വാചകം അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും എബ്രായ ലേഖനത്തിലും രേഖപ്പെടുത്താനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പോൾ വിശ്വാസത്താൽ നീതി ലഭിച്ചതായിരിക്കുന്ന ഒരു വ്യക്തി ജീവിക്കേണ്ടത് വിശ്വാസത്താലാണ്. ആ നിലയിൽ എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയതായിരിക്കുന്ന വിശ്വാസത്തിന്റെ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. എൻ്റെ മൂത്ത മോൻ 10ാം ക്ലാസ് പഠനം കഴിഞ്ഞപ്പോ, ഡാനിയൽ എന്നാണ് അവന്റെ പേര്, എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, ഇതിനെ സംബന്ധിച്ചൊന്നും ഗ്രാഹ്യമായിട്ടൊന്നുമില്ല. എന്നാൽ ഞാൻ ബ്രഹ്മവാറിലുള്ള, ഉടുപ്പിയിലെ കർണാടക സ്റ്റേറ്റിലെ ബ്രഹ്മവാറിലുള്ള കോളേജിനെ കുറിച്ചും അവിടെയുള്ള ബൈബിൾ സ്കൂളിനെ കുറിച്ച്, ബൈബിൾ കോളേജിനെ കുറിച്ചും കേൾക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. എൻ്റെ സ്നേഹിതൻ രാജസ്ഥാനിലുള്ള ഒരു ഡേവിഡ് സീക്കർ എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആലപ്പുഴയിൽ കാഞ്ഞിരംചിറ എന്ന സ്ഥലത്തുള്ള സഹോദരനാണ്. ഞങ്ങളൊക്കെ ഏകദേശം ഒരേ കാലയളവിൽ രക്ഷിക്കപ്പെട്ടു വന്നവരാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകൻ അവിടെ ആ ബ്രഹ്മവാറിൽ പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ എൻ്റെ മോനോട് പറയാറുണ്ട്, 10ാം ക്ലാസ് കഴിയുമ്പോൾ അവിടെ PUCയും ഡിഗ്രിയും 5 വർഷം പഠിക്കാം. അതോടൊപ്പം തന്നെ 5 വർഷത്തെ ബൈബിൾ പഠനവും ലഭിക്കാനായിട്ട് ഇടയാകും. ആ നിലയിൽ നല്ല മാർക്കോടുകൂടി ജയിക്കണമെന്നുള്ള കാര്യം, കർത്താവിന്റെ വരവ് താമസമെങ്കിൽ അങ്ങനെയുള്ള കാര്യം സംഭവിക്കേണ്ടതിന് വേണ്ടി പറയുമായിരുന്നു. എന്നാൽ മോൻ പറഞ്ഞത്, എൻ്റെ കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഇവിടെയാണ്, അതുകൊണ്ട് ഞാൻ അവിടെ പോയി പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുകയുണ്ടായി. ആ സമയത്ത് ലീവിന് രാജസ്ഥാനിൽ നിന്ന് ഡേവിഡ് കുടുംബമായിട്ട് എൻ്റെ വീട്ടിൽ വരികയുണ്ടായി. ഈ കുടുംബമായിട്ട് എൻ്റെ വീട്ടില് ഡേവിഡിന്റെ കുടുംബമായിട്ട് വന്നപ്പോൾ ബ്രഹ്മവാറിൽ പഠിക്കുന്നതായിരിക്കുന്ന ഡാനി എന്നതായ അദ്ദേഹത്തിന്റെ മോനും കൂടെ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടെ കുറെ നേരം സംസാരിച്ച് എന്ത് സംഭവിച്ചെന്നറിയില്ല, തിരിച്ചു വന്ന് എന്നോട് പറയുകയാണ്, എനിക്ക് ബ്രഹ്മവാറിൽ പോയി പഠിക്കണം. ഞാൻ അങ്ങനെ പഠനത്തിന് വിടാനുള്ള സാഹചര്യങ്ങളൊന്നും എൻ്റെ കൈവശം ഉണ്ടായിരുന്നില്ല. സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ അങ്ങനെ ഒരു കരുതല് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അറിയാം. എന്നാൽ ഈ സമയത്ത് മോൻ SSLC പാസ്സായി എന്നുള്ളതായിരിക്കുന്ന കാര്യം ആലപ്പുഴ ഉള്ളതായിരിക്കുന്ന ഒരു സഹോദരൻ, ആലപ്പുഴ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡോക്ടർ വർക്കിയപ്പച്ചന്റെ കൊച്ചുമോനാണ്. അദ്ദേഹം എന്നെ ഫോണിലൂടെ വിളിച്ചിട്ട് ചോദിച്ചു, മോൻ പാസ്സായല്ലോ, എന്താണ് മോനെ കുറിച്ചുള്ള അടുത്ത പദ്ധതി? ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന നിലയിൽ പഠിക്കണമെന്ന് അവൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ബ്രഹ്മവാറിലേക്ക് വിടാനാണ് ആഗ്രഹിക്കുന്നത്. അതിന്റെ കാര്യങ്ങളെല്ലാം ആ സഹോദരനുമായിട്ട് ഷെയർ ചെയ്തു. അദ്ദേഹമാണ് എന്നെ ഉപദേശി എന്ന് വിളിക്കുന്നതായിരിക്കുന്ന സഹോദരൻ. അപ്പോ ആ സഹോദരൻ സംസാരിച്ച് അവസാനിപ്പിക്കുമ്പോൾ സാമ്പത്തിക കാര്യം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയാണ്, ഉപദേശിയുടെ മോനെ പഠിപ്പിക്കാനായിട്ട് ഞാൻ 10,000 രൂപ ഉപദേശിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാം, അതുകൊണ്ട് ആ അക്കൗണ്ട് ഡീറ്റെയിൽ ഒന്ന് എനിക്ക് തരാൻ പറഞ്ഞു. അത് കേട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്ത് അദ്ദേഹത്തിന് അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുത്തു.
ഈ മോനെ പഠിപ്പിക്കുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ അതിലൂടെ ഉണ്ടായി. അവിടുത്തെ 6 മാസത്തെ സെമസ്റ്ററിന് വേണ്ടി വരുന്നത് 6000 രൂപയാണ് വേണ്ടി വരുന്നത്. എന്നാൽ ഒന്നും കയ്യിലില്ലാതിരുന്ന ആ സമയത്ത് ദൈവം വളരെ അത്ഭുതകരമായിട്ട് ഒരു പ്രവൃത്തി ചെയ്യുകയും ആ 6 മാസത്തെ പഠനത്തിനുള്ള കാര്യങ്ങൾ ക്രമപ്പെടുകയും ചെയ്തു എന്നുള്ളത് സ്തോത്രത്തിനായിട്ട് സാക്ഷ്യത്തിൽ ഞാൻ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ തന്നെ ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്തു, പോകാനുള്ള കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി. ആ ടൈമിൽ റെയിൽവേക്ക് ഒരു പ്രത്യേക നിബന്ധന ഉണ്ടായിരുന്നു. AC കമ്പാർട്ട്മെന്റ് ഫ്രീ ആയിട്ട് പോകാൻ പാടില്ല. അപ്ഗ്രേഡ് ചെയ്ത് സാധാ ടിക്കറ്റ് എടുത്തവർക്ക് AC കമ്പാർട്ട്മെന്റിൽ പോകാം എന്നതായിരിക്കുന്ന ഒരു ക്രമീകരണം ഉണ്ടായി. ഞങ്ങളുടെ രണ്ടുപേരുടെയും ടിക്കറ്റ് AC കമ്പാർട്ട്മെന്റിലേക്ക് മാറ്റപ്പെട്ടു. ഞങ്ങൾക്ക് ആ ആദ്യത്തെ ട്രെയിൻ യാത്രയിൽ, മോനുമായിട്ടുള്ള ആദ്യത്തെ യാത്രയിൽ 2 ഉന്നതരായ വ്യക്തികൾ അവർ മൂകാംബികയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ട്രിവാൻഡ്രത്ത് നിന്നുള്ള 2 വ്യവസായികളാണ്. അവർ രണ്ടുപേരും കൂടെ ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ ഇരുന്ന് സംസാരിക്കുകയാണ്. അവർ സംസാരിക്കുന്ന വിഷയത്തിൽ ആദ്യത്തെ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാണ് എന്ന ചോദ്യം അവർ ചോദിച്ച് അവർക്ക് മറുപടി ഇല്ലാതെ, ഒരാൾ ചോദിച്ചു മറ്റാളിന് മറുപടി ഇല്ലാതെ ഇരിക്കുന്ന സമയം ഞങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ മോൻ പറഞ്ഞു, ചാൾസ് ബാബജ് ആണ് ആദ്യത്തെ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന് പറയാനായിട്ട് ഇടയായിത്തീർന്നു. അതുവഴി ആ യാത്രയിൽ ആ 2 ഉന്നതരായ മനുഷ്യരോട്, എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടും മറ്റുള്ള വിദ്യാഭ്യാസപരമായിട്ടും ഉന്നതി കൈവരിച്ച മനുഷ്യരോട് ദൈവവചനം പറയാനുള്ളതായിരിക്കുന്ന ഒരവസരം വളരെ സമൃദ്ധമായി, വളരെ കൃത്യമായി എന്താണ് ആത്മരക്ഷ എന്ന വിഷയത്തിൽ അവരെ അറിയിക്കാനുള്ളതായിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ മോനെ അവിടെ കൊണ്ടുപോയി പഠനത്തിനായിട്ട് ചേർത്തു. പഠിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന ഒരു 2 മാസം അവിടെ കണ്ടിന്യൂ ചെയ്ത് കാണും. അത് കഴിഞ്ഞപ്പോൾ മോന് വയറിന് വലിയ വേദനയുണ്ടായി. അവിടുന്ന് അവരെ വിളിച്ചു പറഞ്ഞു, മോന് പഠിക്കാൻ പറ്റുന്നില്ല, വയറിന് ഭയങ്കര വേദനയായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് വന്ന് വീട്ടിലേക്ക്, നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം എന്നവർ ആവശ്യപ്പെട്ടു. അതിനനുസരിച്ച് ഞാൻ ഇവിടുന്ന് പോയി മോനെ കൂട്ടിക്കൊണ്ടു വന്നു. ഇവിടെ ഒരാഴ്ച ട്രീറ്റ്മെന്റ് കൊടുത്തു. തിരിച്ച് അവിടെ കൊണ്ടുപോയിട്ട് ആക്കി പഠനത്തിൽ തുടരുകയാണ്. 2-3 ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും പ്രയാസമുണ്ടായി. ആ പ്രയാസം ഉണ്ടായപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, ഇനി യാത്ര ചെയ്ത് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഇവിടെ ഏതെങ്കിലും ഹോസ്പിറ്റല് അഡ്മിറ്റ് ആകത്തക്ക നിലയിൽ വരണം എന്ന് എന്നെ അവര് നിർദ്ദേശിച്ചു. സ്കൂളിൽ നിന്ന്, കോളേജിൽ നിന്ന് വിളിച്ച് നിർദ്ദേശിച്ചു. ഞാൻ എൻ്റെ കൈവശം ഉണ്ടായിരുന്ന പണമെടുത്ത് യാത്ര ചെയ്ത് പോകാനായിട്ട് ഇടയായിത്തീർന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ മണിപ്പാൽ എന്ന് പറയുന്ന സ്ഥലം അടുത്താണ്. മണിപ്പാൽ ഹോസ്പിറ്റലില് മോനെ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവിടെ രാവിലെ തന്നെ ചെന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് രാത്രിയിൽ ആ സ്കൂളിൽ നിന്ന് ഞങ്ങൾ ഒരു മർത്തോമാക്കാരുടെ പാഴ്സണേജ് ഹോസ്പിറ്റലിന് അടുത്തുണ്ട്, ആ പാഴ്സണേജിൽ പോയി താമസിക്കാനിടയായി. അവിടെ 10 രൂപ കൊടുത്താൽ താമസവും ഭക്ഷണവും നടക്കാനായിട്ട് ഇടയാകും. അങ്ങനെ അവിടെ താമസിച്ച് അതിനുശേഷമായിട്ട് പ്രത്യേകം ഹോസ്പിറ്റലിൽ പോയി അവിടെ അഡ്മിറ്റ് ചെയ്തു. അവിടെ ട്രീറ്റ്മെന്റ് എടുത്തു. ചില ദിവസങ്ങൾ അവിടെ അഡ്മിറ്റ് ചെയ്ത് കിടക്കേണ്ടി വന്നു. അവിടുത്തെ ബില്ല് വന്നപ്പോൾ എൻ്റെ കൈവശം പിന്നെ യാതൊരു പൈസയും ഇല്ല. കോളേജിലേക്ക് തിരിച്ചു പോകാൻ പൈസ ഇല്ല. വൈകിട്ടാണ് ഡിസ്ചാർജ് ചെയ്ത് വന്നത്. കോളേജിലേക്ക് തിരിച്ചു പോകാനായിട്ട് എനിക്ക് പൈസ ഇല്ല. ഞാൻ എന്താണ് തുടർന്ന് നടക്കുന്നതെന്നൊന്നും അറിയില്ല. തിരിച്ചെന്തായാലും ഞാൻ വിചാരിച്ചു, ഞാൻ താമസിച്ച മോനുമായിട്ട് ഡിസ്ചാർജ് കഴിഞ്ഞ ശേഷം വൈകുന്നേരമായപ്പോൾ ആ തിരിച്ച് താമസിച്ചതായിരിക്കുന്ന മർത്തോമക്കാരുടെ പാഴ്സണേജിൽ ചെന്നു. അവിടുത്തെ വൈദികനെ കണ്ട്, അവിടുത്തെ വികാരിയെ കണ്ട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ താമസിക്കാനായിട്ട് ഇന്ന് സാധ്യമല്ല. ഇവിടെയുള്ള ഈ സ്ഥാപനത്തിലെ എല്ലാ റൂമുകളും വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു പാർട്ടിക്ക് വേണ്ടി ബുക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, കത്തോലിക്ക പള്ളിക്ക് ഇതുപോലെ പാഴ്സണേജ് ഉണ്ട്, ആ പാഴ്സണേജിൽ താമസിക്കുന്നതിന് 50 രൂപ കൊടുക്കണം. നിങ്ങൾക്ക് അവിടെ താമസിക്കാനായിട്ട് ഞാൻ അവിടെയുള്ള ആളോട് ഞാൻ വൈദികനോട് വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ പോയാൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ അകത്ത് 10 രൂപ കൊടുക്കാൻ, 20 രൂപ രണ്ടുപേർക്കും കൂടെ കൊടുക്കാനില്ലാത്ത ഞാൻ എങ്ങനെയാണ് ഇനി ഈ കത്തോലിക്ക പള്ളിയിൽ പോയിട്ട് അവിടുത്തെ ആ വികാരിയോട് സംസാരിച്ച്
ഈ 50, 100 രൂപ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ അകത്ത് വലിയ ഒരു ചോദ്യചിഹ്നം ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ അവിടെ ആ മർത്തോമയിലെ വൈദികന്റെ മുൻപിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഫോൺ വന്നു. ആ ഫോൺ കോള് ഇങ്ങനെയായിരുന്നു. ആ ഫോൺ കോള് അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. എന്തെന്നാൽ അവര് വരുന്ന വാഹനം കേടായിട്ടുണ്ട്, അവര് പുലർച്ചെ എത്തുകയുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ തന്നെ കിടന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടി. കാരണം ഈ 10-20 രൂപ കൊടുക്കാൻ പോലും എന്റെ കൈവശം ഇല്ല. അപ്പോ ഒരു ആശ്വാസം കിട്ടി. എന്തായാലും ഇന്ന് രാത്രി ഇവിടെ തങ്ങാമല്ലോ. രാവിലെ ആണല്ലോ കാര്യങ്ങൾ ബാക്കി നടക്കേണ്ടത്, അതുകൊണ്ട് രാത്രിയിലെ കാര്യം ഓക്കെ ആയി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, വചന ശുശ്രൂഷ ചെയ്യുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വചന ശുശ്രൂഷയൊക്കെ ചെയ്യാറുണ്ട്, സഭയിലെ വചന ശുശ്രൂഷ ഞാനാണ് ചെയ്യുന്നത്. അപ്പൊ ഞാനൊരു മീറ്റിങ്ങിന് പോവുകയാണ്, അങ്ങനെയാണെങ്കിൽ എന്റെ കൂടെ വരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിശ്ചയമായിട്ടും ഞാൻ കൂടെ വരാം, ഞാൻ ഇവിടെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടെ വരാമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാഹനത്തിൽ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. അവിടെ ഒരു എക്യുമെനിക്കൽ, പല സഭക്കാര് ചേർന്ന് നടക്കുന്ന ഒരു മീറ്റിംഗ് ആണ്. എന്നോട് അവിടെ വചന ശുശ്രൂഷ ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഞാൻ അവിടെ വചന ശുശ്രൂഷ ചെയ്തു. തിരികെ ഞങ്ങൾ തിരിച്ച് ഈ പാഴ്സണേജിലേക്ക് വന്നു. വന്നതിന് ശേഷം ഈ വൈദികൻ ഒരു കവർ എടുത്ത് എൻ്റെ കയ്യിൽ തരികയാണ്. ആ കവറില് 4000-ത്തിലധികം രൂപ ആ കവറിൽ ഉണ്ടായിരുന്നു. അന്നത്തെ സമയത്ത് അത് എന്നെ വളരെ, കാരണം ദൈവം നമ്മളെ നടത്തുമ്പോൾ അത് സംസ്ഥാനത്ത് മാത്രമല്ല അന്യ സംസ്ഥാനത്തായാലും ദൈവത്തിന് എന്നെ സഹായിക്കാൻ കഴിയും എന്നുള്ള വലിയ വിശ്വാസത്തിലേക്ക് വരുന്നതിന് നിദാനമായി തീർന്നു. ഞാൻ അവിടുത്തെ കാര്യങ്ങൾ ചെയ്തു. തുടർന്ന് മോനെ കൊണ്ട് ആക്കി തിരിച്ച് ഇവിടെ വന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ളതായിരിക്കുന്ന ആ കാര്യങ്ങൾ എനിക്ക് ദൈവം ക്രമീകരിച്ച് തരുവാനായിട്ടിടയായിത്തീർന്നു. ഇത് പറയുന്നത്, ഒരു സുവിശേഷകന്റെ ജീവിതത്തിൽ വിവിധങ്ങളായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതായിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇന്ന് നമുക്കറിയാം, മാധ്യമങ്ങളിൽ കൂടെ സുവിശേഷ ലോകം സാമ്പത്തിക തട്ടിപ്പ് നിമിത്തം അപമാനപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ, കർത്താവെ, നിന്റെ നാമത്തിൽ ഇറങ്ങിയ നിന്റെ ദാസന്മാർ വേർപാടും വിശുദ്ധിയും വിശ്വാസവും പാലിച്ച് ജീവിക്കേണ്ടതിന് പകരം എന്താണ് ഈ ചെയ്യുന്നതെന്ന് സ്വയം ചോദിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോ അതിനുശേഷം മോൻ അവിടെ അതിനുശേഷം വീണ്ടും പ്രയാസം ഉണ്ടായി. ഇവിടെ TMM കൊണ്ടുവന്നു. അതിന്റെ അപ്പൻഡിക്സിന്റെ സർജറി നടത്തി തിരികെ പോയി മോൻ അവിടെ പഠിച്ച് ഇരിക്കുകയാണ്. 6 മാസത്തെ സെമസ്റ്റർ കഴിഞ്ഞ്, അല്ലെങ്കിൽ ആ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞ് ലീവിനായിട്ട് വന്നു. അടുത്ത ഫണ്ട് കൊടുക്കാനും എന്റെ കൈവശമില്ല. 6500 രൂപയായി അടുത്ത സമയത്തേക്ക് വരുന്നത്. ആ സമയത്ത് മോൻ നാട്ടിൽ വന്നു. ഒരു വീട്ടില്, എന്നെ പരിചയമുള്ള ഒരു വീട്ടില് ഒരു പ്രായമായ അമ്മച്ചിയുണ്ട്. ആ അമ്മച്ചിയെ കാണാനായിട്ട് മോന് പോയിട്ട് തിരിച്ചു വന്ന് എന്നോട് പറഞ്ഞു, പപ്പ അവിടെ വരെ ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ചെല്ലണം. അപ്പൊ ഈ അമ്മച്ചിക്ക് എന്തെങ്കിലും മെഡിസിൻ വേണ്ടി വന്നാല് ഞാനാണ് വാങ്ങിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മെഡിസിൻ വാങ്ങിക്കാനായിരിക്കുമെന്ന് കരുതി അവിടെ ചെന്നപ്പോൾ ആ അമ്മച്ചി ഒരു മർത്തോമക്കാരിയാണ്. 9000 രൂപ എൻ്റെ കയ്യിലെടുത്ത് തരുന്നു. പറഞ്ഞു, അഗസ്റ്റിൻ, നിനക്ക് തരാൻ വേണ്ടി ഞാനൊരു 10000 രൂപ വെച്ചിരുന്നതാണ്. 1000 രൂപ ഞാൻ എടുത്തുപോയി. ഈ 9000 രൂപ ഇപ്പോൾ നീ പിടിക്ക്, 1000 രൂപ നിനക്ക് ഞാൻ പിന്നെ തരാമെന്ന് പറഞ്ഞ് അവരെനിക്ക് ബാധ്യതപ്പെട്ടതുപോലെ ഈ കാര്യം 2ാമത്തെ സെമസ്റ്ററിൽ നടന്നു. ഞാൻ പറഞ്ഞത്, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ വിവിധങ്ങളായ വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. എന്നാൽ കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നത്, വിശ്വാസത്തിന്റെ പരിശോധനയോടുകൂടെ നീക്കുപോക്ക് തരുന്ന ഒരു ദൈവമാണ് നമുക്ക് ഉള്ളതെന്നുള്ളത് ആ കാര്യമാണ്. അപ്പൊ എബ്രായ ലേഖനത്തില്, അല്ലെങ്കിൽ ഗലാത്യ ലേഖനത്തിലും റോമാലേഖനത്തിലും ഹബക്കൂക്ക് പ്രവചനത്തിലും പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം, അത് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളതായിരിക്കുന്ന കാര്യം വളരെ സ്പഷ്ടമായിട്ട് ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ദൈവദാസൻ മനസ്സിലാക്കാനായിട്ട് ഇടയായിത്തീർന്നു. എൻ്റെ ജീവിതത്തിലൂടെ അങ്ങനെ മനസ്സിലാക്കാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയ ദൈവമക്കളെ, ദൈവം മതിയായവൻ. നമ്മൾ പാടുക മാത്രമല്ല,
നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ദൈവം മതിയായവനെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഇപ്പോൾ കുഞ്ഞു പാടിയത് കേട്ടു, അടവി തരുക്കളിനിടയിൽ ഒരു നാരകം എന്ന പോലെ ആ ഗാനത്തിന്റെ അത് ആസ്വദിച്ച് നമുക്ക് ഇരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. മാത്രമല്ല, അനാദിനാഥൻ യേശു എന്റെ ധനമാണ് എന്നോർക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിലൊരു പ്രത്യാശയും നമുക്ക് ലഭിച്ചു. നിത്യത പുലരുമ്പോൾ ദൈവം ചെയ്തൊക്കെയും നന്മയ്ക്കെന്ന് നാം അറിയും എന്നുള്ള ആ കാര്യവും നമുക്ക് ഓർക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവ പൈതങ്ങളെ, ദൈവം നടത്തുന്ന വഴികളും വിധങ്ങളും അനവധിയാണ്. അപ്പോൾ ഇവിടെ ഒന്ന്, വിശ്വാസം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, അത് രക്ഷയ്ക്കുള്ള വിശ്വാസമാണ്. ലോകത്തില് ഏത് സ്ഥലത്തുള്ള മനുഷ്യനായിരുന്നാലും ശരി, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കപ്പെട്ടാൽ ദൈവത്തിന്റെ നീതി ആ മനുഷ്യന് ദൈവം കൊടുക്കുകയാണ്. അങ്ങനെ ദൈവത്തിന്റെ നീതി പ്രാപിച്ചതായിരിക്കുന്ന ഓരോ വിശ്വാസികളെ സംബന്ധിച്ചോളം ആ ദൈവത്തിന്റെ നീതിയിൽ നിലനിൽക്കുന്നത്, ദൈവമാണ് അവരെ ആ നീതിയിൽ നിലനിർത്താനായിട്ട് ഇടയാകുന്നത്. ആ വിശ്വാസത്തിന് യാതൊന്നും നമ്മൾ മുടക്കിയതല്ല. ആ വിശ്വാസം പോലും ദൈവം നമ്മൾക്കായിട്ട് തന്നതാണ് എന്നതാണ് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസം ഒന്ന് എന്നുള്ള പോയിന്റ് വളരെ കൃത്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കാനായിട്ട് ആവശ്യമുണ്ട്. ഈ സന്ദേശം വരും ദിവസങ്ങൾ കേൾക്കുന്ന വ്യക്തികൾ എന്താണ് വിശ്വാസം ഒന്ന് എന്ന് പൗലോസ് എഫേസ്യ ലേഖനത്തിൽ 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഗ്രഹിക്കാനായിട്ട് ഇടയാകട്ടെ. ദൈവമക്കളായി നമ്മൾക്ക് അത് ഗ്രഹിപ്പിക്കേണ്ടതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ അന്ത്യനാളുകളിൽ ഈ രക്ഷാവിശ്വാസം അവർക്ക് ലഭിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആ വചനത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമുക്ക് ലഭിച്ച വിശ്വാസം ഒന്ന്, അതെല്ലാവർക്കും രക്ഷയ്ക്ക് ഒരു വിശ്വാസമാണ് എന്നുള്ളത് ഞാൻ കൂടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മറ്റൊരു വാക്യമാണല്ലോ ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളതായിരിക്കുന്ന കാര്യം. ആ വിശ്വാസത്താലായിരിക്കുന്ന ജീവിതത്തിൽ ദൈവം എന്നെ ഈ സംസ്ഥാനത്ത് മാത്രമല്ല, കർണാടക സംസ്ഥാനത്തിൽ മകന്റെ ആവശ്യത്തോടുള്ള ബന്ധത്തിൽ പോയപ്പോഴും അവിടെ ദൈവം വളരെ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഇടയായിത്തീർന്നു എന്നുള്ളത് ദൈവനാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഓർപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്നുള്ളതായിരിക്കുന്ന കാര്യം വായിക്കാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരാശയമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയായിത്തീർന്നിട്ടുള്ളത്. വിശ്വാസത്തിന്റെ പ്രവൃത്തി, യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തില് 14-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? അപ്പൊ യാക്കോബ് ഇവിടെ വിശ്വാസത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച് പറയുകയാണ്. ഒരുവൻ വിശ്വസിച്ചാൽ ആ വിശ്വസിക്കുന്ന വ്യക്തിയിൽ നിന്ന് ചില പ്രവൃത്തികൾ ഉണ്ടാകണം എന്നുള്ളതായിരിക്കുന്ന കാര്യം യാക്കോബ് പഠിപ്പിക്കാനായിട്ട് ഇടയായിത്തീരുന്നു. തുടർന്ന് നമ്മൾ 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. ഞാൻ വേണമെങ്കിൽ ആ വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിക്കുന്നു. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? അവിടെ വിശ്വാസത്തിന്റെ രക്ഷയെ സംബന്ധിച്ച് സംശയം ഉന്നയിക്കുന്ന ഒരു വാക്കാണ് അവിടെ കണ്ടിരിക്കുന്നത്. എന്നാൽ അതെന്താണ് എന്ന് 2-ന്റെ 21-ാം വാക്യം ചൂണ്ടിക്കാണിക്കാനായിട്ട് ഇടയാകുന്നുണ്ട്. ഒരു വാചകത്തിൽ ഒരു സംശയം ഉണ്ടായാൽ ആ സംശയത്തെ നിവാരണം ചെയ്യേണ്ടത് ദൈവത്തിന്റെ വചനം തന്നെയാണ്. അതുകൊണ്ട് 2-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ ഇത് ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ പിതാവായ അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലോ നീതീകരിക്കപ്പെട്ടത്. അപ്പോൾ യാക്കോബ് ഇവിടെ ഈ പ്രവൃത്തിയുടെ വിശ്വാസം എന്താണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് അബ്രഹാമിനെയാണ്. അബ്രഹാമിനെ കൊണ്ടുവന്നിട്ട് പറയുന്നത് എന്താ? അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലോ നീതീകരിക്കപ്പെട്ടത്.
അപ്പൊ അബ്രഹാം നീതീകരിക്കപ്പെട്ടതിനെ സംബന്ധിച്ച് യാക്കോബ് പഠിപ്പിക്കുന്നതായിരിക്കുന്ന ആശയം നമ്മൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കുമ്പോൾ അതിന്റെ 23-ാം വാക്യത്തിൽ, 2-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ പറയുന്നത്, അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു. അപ്പൊ ദൈവത്തെ വിശ്വസിക്കുകയും അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിടുകയും ചെയ്തു. റോമാലേഖനത്തിൽ വളരെ സ്പഷ്ടമായിട്ട് വിശ്വാസത്തിന്റെ നീതിയെ സംബന്ധിച്ച് പഠിപ്പിക്കാനായിട്ട് ഇടയാകുന്നുണ്ട്. എന്നാൽ യാക്കോബ് പറയുന്ന പ്രവൃത്തിയാലുള്ള രക്ഷ അല്ലെങ്കിൽ പ്രവൃത്തിയാലുള്ള നീതി എന്താണ് എന്ന് നമ്മൾ ഗ്രഹിക്കേണ്ടത് ആവശ്യമുള്ള കാര്യമുണ്ട്. അബ്രഹാം ദൈവത്താൽ വിളിക്കപ്പെടുന്നത് 75-ാമത്തെ വയസ്സിലാണെന്ന് നമുക്കറിയാം. 75-ാമത്തെ വയസ്സിൽ ദൈവത്താൽ വിളിക്കപ്പെട്ട അബ്രഹാം ദൈവത്തിന്റെ വാഗ്ദത്തം ലഭിച്ചു. ആ വാഗ്ദത്തം ലഭിച്ച അബ്രഹാം തന്റെ വാഗ്ദത്തം ദൈവം നിവർത്തിച്ചു കൊടുക്കുന്നത് അബ്രഹാമിന്റെ 100-ാമത്തെ വയസ്സിലാണ്. 100-ാമത്തെ വയസ്സിൽ തന്റെ വാഗ്ദത്ത വിഷയമായിരിക്കുന്ന ഇസഹാക്കിനെ ദൈവം അബ്രഹാമിന് നൽകുകയാണ്. ആ ഇസഹാക്ക് വളർന്ന് ഏകദേശം അപ്പനോട് വിറകുമെടുത്തുകൊണ്ട് പോകുമ്പോൾ സംസാരിക്കുന്നതായിട്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കാനായിട്ട് ഇടയാകുന്നുണ്ട്. അപ്പൊ 100-ാമത്തെ വയസ്സിൽ അബ്രഹാമിന് ലഭിച്ചതായിരിക്കുന്ന ഇസഹാക്ക് എന്നതായിരിക്കുന്ന മകനെ യാഗമർപ്പിക്കാനായി വിറകും ചുമന്നുകൊണ്ട് പോകുമ്പോൾ ധാരാളം യാഗങ്ങൾ നേരത്തെ നടത്തി ഇസഹാക്ക് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇസഹാക്ക് ചോദിക്കുകയാണ്, അപ്പ തീയുണ്ട്, വിറകുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെ? അബ്രഹാം പറഞ്ഞു, ദൈവം കരുതിക്കൊള്ളും. കരുതുന്ന ദൈവമാണ്, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ് എന്നുള്ളത് അബ്രഹാം അവിടെ പറയുകയാണ്. ഞാൻ പറഞ്ഞത്, ഈ മകന് വിറക് ചുമക്കാനും യാഗത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ പിതാവിനോട് സംസാരിച്ച് ആ യാഗമൃഗത്തെ എടുത്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താനും ഒക്കെ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഏകദേശം ഒരു 15 വയസ്സെങ്കിലും ഞാൻ കണക്ക് കൂട്ടുകയാണ്. അത് അപ്പുറമോ ഇപ്പുറമോ ആയിക്കോട്ടെ. എന്തായാലും ഇത്രയും സംസാരിപ്പാനും ഈ വിറക് ചുമന്നുകൊണ്ട് പോകുവാനും ഒക്കെയുള്ള ആരോഗ്യമായ ഒരു പൈതലാണ്. അങ്ങനെയാണെങ്കിൽ 75-ാമത്തെ വയസ്സിൽ ദൈവത്താൽ വിളിക്കപ്പെട്ടതായിരിക്കുന്ന അബ്രഹാം യാഗപീഠത്തിന്മേൽ ഇസഹാക്കിനെ അർപ്പിച്ചപ്പോഴാണോ നീതീകരിക്കപ്പെട്ടത്? യാക്കോബ് അങ്ങനെയാണ് പറഞ്ഞത്. എന്താണ് ഇതിന്റെ അർത്ഥം? ഇതിന്റെ അർത്ഥം വിശ്വാസികളായിരിക്കുന്ന നാം വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കാൻ ആവശ്യമുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ്. അബ്രഹാത്തോട് ദൈവം തന്റെ മകനായിരിക്കുന്ന ഇസഹാക്കിനെ യാഗം അർപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ അബ്രഹാം പറയുന്ന കാര്യമുണ്ട്, ദൈവം ഈ ചാരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ മൃതശരീരം ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ദൈവമാണ്. റോമാലേഖനത്തില് അപ്രകാരം പറയുന്നുണ്ട്, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ യാഗം അർപ്പിച്ചാലും ഈ വാഗ്ദത്തം എനിക്ക് നൽകിയ ദൈവം ഈ യാഗാർപ്പണത്തിന് ശേഷവും ഈ മരിച്ചവരെ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയുകയും ചെയ്യുന്ന ആ ദൈവത്തിൽ അബ്രഹാം വിശ്വസിക്കുമ്പോൾ അബ്രഹാം എന്താണ് ചെയ്യുന്നത്? 75-ാമത്തെ വയസ്സിൽ, 80-ാമത്തെ വയസ്സിൽ, 86-ാമത്തെ വയസ്സിൽ, 100-ാമത്തെ വയസ്സിൽ, ഈ ടൈമുകളിലെല്ലാം അബ്രഹാമിന്റെ വിശ്വാസം വർദ്ധിച്ച് 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 വർദ്ധിച്ചു വന്നിട്ട് നിന്റെ മകനെ യാഗമാക്കാൻ പറഞ്ഞാൽ ആ യാഗമാക്കാൻ കഴിയുന്ന നിലയിലുള്ള വിശ്വാസത്തിലേക്ക് അബ്രഹാം വളർന്നു എന്നാണ് അതിന്റെ സാരം. അബ്രഹാം വിശ്വാസത്തിൽ വളർച്ച പ്രാപിച്ചു. അതായത് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ള ആ കണ്ടീഷനിൽ അബ്രഹാം വിശ്വാസത്താൽ വളരെ അധികം വളർച്ച പ്രാപിച്ചു. നിന്റെ കൈവശമുള്ളത് അല്ലെങ്കിൽ നിനക്ക് ഞാൻ തന്നത് നീ എനിക്കായിട്ട് യാഗമർപ്പിക്കണമെന്ന് പറയുമ്പോൾ ആ യാഗമർപ്പിക്കാനായിട്ട് അബ്രഹാം തയ്യാറായപ്പോഴല്ല നീതീകരിക്കപ്പെട്ടത്. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായിട്ട് കണക്കിട്ടു എന്നാണ്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചതാണ് നീതി കണക്കിടാനായിട്ട് ഇടയായിട്ടുള്ളത്.
എന്നാൽ ഈ നീതീകരിക്കപ്പെട്ട ഈ വിശുദ്ധന്മാരെ സംബന്ധിച്ച് ദൈവം നിങ്ങളോട് എന്നോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ചെയ്യാൻ കഴിയുന്ന തലത്തിലുള്ള വിശ്വാസത്തിലേക്ക് വിശ്വാസം വർദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. യാക്കോബ് പറയാണ്, പൗലോസിനേക്കാൾ അതികഠിനമായ വിശ്വാസ വീരനാണ് യാക്കോബ് എന്ന് പറയുന്നത്. എന്റെ പഠനത്തിൽ അങ്ങനെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അവിടെ ദൈവം ആവശ്യപ്പെടുന്നത് പ്രവർത്തിക്കാനുള്ളതായിരിക്കുന്ന വലിയ സന്നദ്ധതയിലേക്ക് അബ്രഹാം വരുന്നത് നമ്മൾ കാണാനായിട്ട് ഇടയാകുകയാണ്. അങ്ങനെ അബ്രഹാം യാഗപീഠത്തിൽ അർപ്പിച്ചിട്ടല്ല, അബ്രഹാം യാഗപീഠത്തിൽ അർപ്പിക്കത്തക്ക നിലയിലുള്ള വിശ്വാസത്തിന്റെ വളർച്ച പ്രാപിച്ചു എന്നുള്ളതാണ്. ഞാൻ എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരോട് ഒരു വാക്ക് ചോദിക്കുകയാണ്. നിങ്ങൾ വിശ്വസിച്ചു, വിശ്വാസം ഒന്നാണ്, രക്ഷയ്ക്കുള്ള വിശ്വാസം ഒന്നാണ്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. എന്നാൽ ദൈവം ആവശ്യപ്പെടുന്ന, നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ദൈവത്തിനായിട്ട് ചെയ്യാൻ മാതിരിയുള്ള വിശ്വാസത്തിലേക്ക് വർധനവ് പ്രാപിച്ചിട്ടുണ്ടോ? യാക്കോബ് ചോദിക്കുകയാണ്, ഈ വർധന ദൈവം നിന്റെ മകനെ യാഗമാക്കാൻ ആവശ്യപ്പെടുമ്പോൾ അത് അർപ്പിക്കുന്ന തലത്തിലേക്കുള്ള വിശ്വാസത്തിന്റെ വർധന വന്നിട്ടുണ്ടോ എന്നാണ് ചോദ്യം. നമ്മളൊക്കെ നാം ഓരോരുത്തരും വളരെ ചിന്തിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. വിശ്വാസത്തിൽ നാം എവിടെ വരെ എത്തി നിൽക്കുന്നു? അല്പമെങ്കിലും രക്ഷിക്കപ്പെട്ടിടത്തു നിന്ന് വിശ്വാസത്തിന് വളർച്ച പ്രാപിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ആ വിശ്വാസത്തിന്റെ വളർച്ച പ്രാപിച്ച് വിശ്വാസത്താൽ വിശ്വാസികൾ മുന്നോട്ട് പോകണമെന്ന് ദൈവം പഠിപ്പിക്കുകയാണ്. അത് ഓരോ നാളും നാം എടുക്കുന്ന വിശ്വാസത്തിന്റെ സ്റ്റെപ്പിലൂടെ ദൈവം നമുക്ക് തരുന്നതായ നിർദ്ദേശങ്ങൾ പാലിച്ച് നാം അതിനെ അംഗീകരിക്കുന്ന സ്റ്റെപ്പിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. അബ്രഹാമിന് പറയാം, നീ വാഗ്ദത്തം ചെയ്തവനാണ്, നീ വാഗ്ദത്തം തന്ന സന്തതിയാണ്, അതുകൊണ്ട് ഈ വാഗ്ദത്ത സന്തതിയെ യാഗമാക്കാനായിട്ട് നിയമപ്രകാരം സാധ്യമല്ല. എന്തെല്ലാം ന്യായങ്ങൾ അബ്രഹാമിന് പറയാമായിരുന്നു. എന്നാൽ വിശ്വാസം വർദ്ധിക്കുമ്പോൾ ന്യായമൊന്നും പറയാനായിട്ട് ആവശ്യമില്ല. ദൈവം ചോദിക്കുന്ന കാര്യം അതുപോലെ തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവൃത്തിയുടെ തലത്തിലേക്ക് വിശ്വാസ സമൂഹത്തിൽ വർദ്ധിച്ചു വരണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വാക്കിലൂടെ ഉപസംഹരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവം എന്നെ നടത്തിയ വഴികളും വിധങ്ങളും നിങ്ങൾ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നുവല്ലോ. ഞാൻ ആ 3 വാക്യങ്ങൾ ഒന്നുകൂടെ ആവർത്തിക്കുന്നത് ഇത് ഗുണവർദ്ധനത്തിന് കാരണമാകും എന്നതുകൊണ്ടാണ്. വിശ്വാസം 1, എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ വിശ്വാസം 1, ദൈവത്തിന്റെ നിത്യത ആത്മാക്കൾക്ക് പ്രാപിക്കാൻ ദൈവം വെച്ചിരിക്കുന്ന വിശ്വാസം ഒന്നേയുള്ളൂ. അത് ദൈവത്തിന്റെ നീതി നമ്മുടെ മേലേക്ക് കണക്കിടുക എന്നുള്ളതാണ്. ദൈവനീതി ക്രൂശിൽ ദൈവം വെളിപ്പെടുത്തി. ആ ക്രൂശിൽ വെളിപ്പെടുത്തപ്പെട്ട ആ ദൈവനീതി എന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തത്തിന് വേണ്ടിയാണെന്ന് ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ ആ വ്യക്തി വിശ്വാസം 1 പോയിന്റിലേക്ക് എത്തുകയും അവൻ ദൈവം മുമ്പാകെ നീതിമാനായി എല്ലാ പാപവും തെറ്റും കുറ്റവും ക്ഷമിക്കപ്പെട്ടവനായി നീതി പ്രാപിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വിശ്വാസം 1. അത് ലോകത്തിലെ എല്ലാവർക്കും രക്ഷ പ്രാപിപ്പാൻ വിശ്വാസം 1 മാത്രമേ ഉള്ളൂ. 2, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നതിന്റെ പ്രാധാന്യമാണ് ഗലാത്യ ലേഖനം, റോമാലേഖനം, അതുപോലെ എബ്രായ ലേഖനം, ഹബക്കൂക്കിന്റെ പ്രവചനം, ഈ പ്രവചനത്തിലുള്ള വാക്യങ്ങൾ പൗലോസ് എടുത്ത് നമുക്ക് എഴുതി കാണിച്ചു തന്നത് ജീവിത വിശ്വാസം ഓരോ പ്രിയപ്പെട്ടവരും വളരെ കൃത്യമായിട്ട് കൊണ്ടുപോകണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിന്മേലാണ് അതങ്ങനെ എടുത്തു തരാനായിട്ട് ഇടയായിത്തീർന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ സംസ്ഥാനത്ത് മാത്രമല്ല, വിളിക്കപ്പെട്ട ദൈവദാസന്മാരെ എവിടെ ദൈവം അയച്ചാലും അവരുടെ കാര്യങ്ങൾ ആ സ്ഥലത്ത് ക്രമീകരിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണെന്ന് എൻ്റെ അനുഭവത്തിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്താനായിട്ട് ഇടയായിത്തീർന്നല്ലോ. വിശ്വാസം എന്നത് നമ്മൾ ECG എടുക്കുന്ന പോലെയാണ് ആ ജീവിത വിശ്വാസം എന്നുള്ളത്. അതുകൊണ്ട് അത് ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നതാണ്. ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുമ്പോൾ തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ ആ വിശ്വാസത്തിന്റെ പരിശോധനയിൽ ദൈവം എന്നെ ഇപ്പോൾ കടത്തിവിടുന്നത് എന്റെ പ്രതിഫലത്തെ ലക്ഷ്യമാക്കിയും ചിലരോട് എന്റെ സാക്ഷ്യത്തെ പറയുന്നതിന് വേണ്ടിയുമാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ആ വിശ്വാസത്തിന്റെ ശോധന അത് സഹിക്കാനായിട്ട്, അത് കർത്താവ് നമ്മെ നടത്തുന്ന ആ വഴിയിൽ സഹിക്കാനായിട്ട് ദൈവം നമുക്ക് കൃപ നൽകട്ടെ. 3-ാമതായി ഞാൻ ഓർപ്പിച്ചത് പ്രവൃത്തിയിലുള്ള വിശ്വാസം. എന്താണ് പ്രവൃത്തി? ദൈവം ആവശ്യപ്പെടുന്ന ഏതൊരു കാര്യവും
ദൈവനാമ മഹത്വത്തിനു വേണ്ടി ചെയ്യത്തക്ക നിലയിൽ വിശ്വാസത്തിന്റെ വർധനവ് അബ്രഹാമിൽ ഉണ്ടായി. ആ മകനെ യാഗമാക്കാൻ പറഞ്ഞാൽ ആ മകനെ യാഗമാക്കാൻ കഴിയുന്ന നിലയിലുള്ള ഒരു വിശ്വാസത്തിലേക്ക് അബ്രഹാം വർദ്ധിച്ചു വരികയുണ്ടായി. ആകയാൽ ഈ 3 വാക്കുകൾ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഗുണകരമായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, ഈ മിനിസ്ട്രിയെ ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എന്റെ വാക്കിൽ വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഒരു ശനിയാഴ്ചയും നമുക്ക് ഏവർക്കും ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടി കടന്നു വരുവാനും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കേൾക്കുവാനും പ്രിയ കർത്തൃദാസന്റെ അനുഭവ സാക്ഷ്യം ഒരു മെസ്സേജും കേൾക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഇടവരുത്തി. അതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും കൺവെൻഷൻ്റെതായ എല്ലാ പ്രോഗ്രാമും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും അനേക പ്രിയപ്പെട്ടവർക്ക് ഈ ഒരു മീറ്റിങ്ങിൽ കടന്നു വരാൻ പറ്റിയത് ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. അതിനുള്ള അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും ദൈവം നമുക്ക് ഇന്ന് തന്നു. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന് 2 അനുഗ്രഹ പാട്ടുകൾ നാം കേട്ടു. പ്രിയ കർത്തൃദാസൻ തോമസ് എബ്രഹാം അവറുകൾ, അതുപോലെ പ്രിയ മകൾ അക്സ സന്തോഷ്, ഇവരുടെ 2 പേരുടെയും അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ നാം കേൾക്കുകയുണ്ടായി. വരും കാലങ്ങളിൽ ദൈവത്തിന് വേണ്ടി ധാരാളമായിട്ട് പാടുവാൻ തക്കണം പ്രിയപ്പെട്ടവരെ ദൈവം സഹായിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം കർത്തൃദാസൻ അഗസ്റ്റിൻ പോങ്ങ അവരുടെ അനുഭവ സാക്ഷ്യം നാം കേട്ടു. തീർച്ചയായിട്ടും ഏതൊരു അനുഭവ സാക്ഷ്യം കേട്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഹൃദയങ്ങളിൽ അത് വളരെയധികം സന്തോഷവും പ്രത്യാശയും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കർത്തൃവേലയിൽ അനേക വർഷങ്ങൾ തുടരുവാൻ തക്കവണ്ണം കർത്താവിന്റെ ദാസനെ ദൈവം എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ആവശ്യങ്ങൾ അറിയുന്ന ദൈവം പ്രിയ കുടുംബത്തിന്റെ എല്ലാ ആവശ്യങ്ങളിലും മക്കളുടെയും അതുപോലെ കൊച്ചുമക്കളുടെ ആവശ്യങ്ങളെല്ലാം കർത്താവ് അറിയുന്നു. പ്രിയ സഹോദരന്റെ വരും കാലങ്ങളിൽ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ നിലയിൽ കടന്നു വരുവാൻ തക്കവണ്ണം അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും ദൈവം തന്നതെല്ലാം ഓർത്ത് ദൈവത്തെ അതിനോട് സ്തോത്രം ചെയ്യുകയാണ്. മാത്രമല്ല കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ ഞങ്ങളുടെ സ്നേഹത്തെയും ഞങ്ങളുടെ നന്ദിയും അറിയിക്കുകയാണ്. ദൈവമെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് ഇതുപോലെ കടന്നു വരുവാനുള്ള സാഹചര്യം ദൈവം തരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന സഹോദരൻ സന്തോഷ് മാത്യു സഹോദരനെയും കുടുംബത്തെയും നിങ്ങളുടെ വലിയ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. നമുക്കിപ്പോൾ പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. തോമസ് എബ്രഹാം അച്ചായൻ അറ്റ്ലാന്റ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ച് ഒരാശീർവാദം പറഞ്ഞ് നമുക്ക് മീറ്റിംഗ് നിർത്താം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമേറിയ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ ഈ സമയത്ത് തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. ഈ രാത്രിയിലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്നിച്ച് കൂടി വന്ന് കർത്താവേ നിന്റെ സന്നദ്ധിയിൽ ഇരുന്ന് നിന്റെ വചനം കേൾക്കുവാനും നിന്റെ മക്കളെ ഓർത്ത് നിനക്ക് നന്ദി അർപ്പിപ്പാനും ഇടയാക്കുന്നതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് നിന്റെ ദാസൻ എന്നിൽ കൂടി ഞങ്ങൾക്ക് കേൾക്കുവാനിടയായ ദൈവ വചനത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആരംഭത്തിൽ തോമസ് എബ്രഹാം ബ്രദറും അക്സയും നല്ല പാട്ടുകളിലൂടെ ഞങ്ങളെ കർത്താവേ നിന്റെ നന്മയിലേക്ക് നീ ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുവാൻ നിന്റെ മഹത്വത്തെ കാണുവാൻ ഇടയാക്കി. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നല്ല സാക്ഷ്യവും കർത്താവെ പ്രയോജനകരമായ സന്ദേശവും ഞങ്ങൾക്ക് ലഭിക്കാൻ ഇടയാക്കി. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ ദാസനായ അഗസ്റ്റിൻ ബ്രദറിനെ അവിടുത്തെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് അത്ഭുതകരമായി ഇവനെ നടത്തുകയും കർത്താവെ എവിടെയായിരുന്നാലും നിന്റെ സഹായവും കൃപയും നിന്നിൽ വിശ്വസിക്കുന്ന നിന്നിൽ ആശ്രയിക്കുന്ന നിന്റെ മക്കൾക്കുണ്ട് എന്നുള്ളത് വെളിപ്പെടുത്തി. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. വിശ്വാസം ഏക വിശ്വാസമാണ്, വിശ്വാസം ഒന്ന് എന്നുള്ള ആ സത്യത്തെ നല്ല
വിശദമായിട്ട് വിവരിപ്പാൻ തക്കവണ്ണം നീ നിന്റെ ദാസന് കൊടുത്ത കൃപയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, തൻ്റെ ജീവിതാനുഭവത്തിൽ അനാദിനാഥൻ എൻ്റെ ധനം എന്നുള്ളത് തനിക്ക് അനുഭവിച്ചറിയുവാനായിട്ട് കഴിഞ്ഞ നാളുകളിൽ സഹായിച്ചു. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ, ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതമെല്ലാം വിശ്വാസം ഒന്ന് എന്നുള്ള സത്യത്തെ വെളിപ്പെടുത്തുന്നത് കൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. ആ വിശ്വാസത്തിന്റെ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുവാനായിട്ട് വരുന്ന നാളുകളിൽ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അബ്രഹാം ഒന്നും കണ്ടിട്ടല്ല വിശ്വസിച്ചത്, താൻ വിശ്വസിച്ചതിനെ പ്രാപിക്കുകയാണ് ചെയ്തത് എന്നുള്ളത് തിരുവെഴുത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഗ്രഹിപ്പാനിടയാക്കുന്നു. അതോർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. വിശ്വാസത്താലാണ് താൻ പ്രവർത്തിച്ചത് എന്നുള്ളത് ഗ്രഹിപ്പാനിടയായല്ലോ. അതോർത്ത് സ്തോത്രം. മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്ന ദൈവത്തിലുള്ള വിശ്വാസം അതെത്ര ശ്രേഷ്ഠമായിരിക്കുന്നത് ആണ് എന്ന് ഓരോ വിശ്വാസികളും ഗ്രഹിച്ച് വരുന്ന നാളുകളിൽ ഞങ്ങളുടെ ജീവിതവും ആ നിലയിൽ അനുഗ്രഹപൂർണമായി തീരുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ മനോഹരമായ ദിവസത്തിനായിട്ട് സ്തോത്രം. നല്ല ആലോചന ഞങ്ങൾക്ക് ലഭിച്ചതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഇതിൽ പങ്കുകൊള്ളുവാനായിട്ട് ഇടയായ എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. ഇതിൻ്റെ പിമ്പിൽ കർത്താവെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ദാസന്മാരായിരിക്കുന്ന സന്തോഷിനെയും റോയി ബ്രദറിനെയും അവിടുത്തെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. അവർക്ക് ആവശ്യമായിരിക്കുന്ന കൃപകൾ വരുന്ന നാളുകളിലും നൽകിക്കൊടുത്ത് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവെ. പ്രത്യേകിച്ച് അഗസ്റ്റിന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവരെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താന് ഉൾപ്പെട്ട് നിൽക്കുന്ന സഭ ആലപ്പുഴയിൽ, അതും കർത്താവെ തന്നിലൂടെ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് വരുന്ന നാളുകളിൽ സഹായിക്കണമേ എന്നപേക്ഷിക്കും. തൃക്കരങ്ങളെല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ചുകൊള്ളുന്നു. കൃപ കൂടെ ഇരിക്കണം. അവിടുത്തെ നാമം ഞങ്ങൾ കൂടി മഹത്വപ്പെടുത്തണമേ. വേഗം വരുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ അതിമഹത്വമുള്ള നാമത്തിൽ അടിയങ്ങൾ താഴ്മയോടെ യാചിക്കുന്നു. കരുണ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ ആ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടി ഇന്നും എന്നേക്കും പ്രത്യേകാൽ സാക്ഷ്യവും വചനവും നൽകിയ നിന്റെ ദാസന്റെ പേരിൽ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.